നമ്മളിന്ന് എടുത്തൊരു സ്റ്റോക്ക് ആയിരുന്നു CSB ബാങ്ക്. അപ്പോൾ അത് എടുത്തപ്പോൾ തന്നെ അതിന്റെ ലെവൽസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ നോക്കാം. നമ്മളപ്പോൾ CSB ബാങ്കിന്റെ ചാർട്ട് നോക്കിയാൽ നമുക്ക് രാവിലെ മുതൽ കാണാം സ്മാർട്ട് മണി ആക്റ്റീവ് ആണെന്ന്. അതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു പാറ്റേണും കാണാം ഇവിടെ. നമ്മൾ രാവിലെ എൻട്രി പറഞ്ഞ ശേഷം സ്മാർട്ട് മണി ആക്റ്റീവ് ആയിരുന്നെങ്കിലും ഈ സ്റ്റോക്ക് വലിയ കാര്യമായിട്ട് മുകളിലേക്ക് പോയില്ല, പക്ഷേ താഴേക്ക് വന്നതുമില്ല. നമ്മൾ പറഞ്ഞ റേഞ്ചിൽ നിന്നും ഏകദേശം ഒരു 1% എബോവ് ആണ് മൂവ് വന്നത്. ഇങ്ങനെ ഒരു സൈഡ് വേസ് മൂവ് വരുന്നത് കണ്ടു തന്നെ ഞാൻ ഒരു എക്സിറ്റ് എടുക്കായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇൻട്രാഡേ സ്റ്റാറുകൾ ജൂപ്പിറ്റർ വാഗണും രാജേഷ് എക്സ്പോർട്സുമായിരുന്നു. വളരെ സ്ട്രോങ് സ്മാർട്ട് മണി പ്രസൻസും ഒരു വൺ സൈഡ് മൂവ് ആണ് കാണാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം, ഇന്ന് ഈ രണ്ട് സ്റ്റോക്കുകളും ബ്രേക്ക് പോയിന്റ് സ്കാനറും SMC ഇൻഡിക്കേറ്ററും ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയ യൂസേഴ്സിന് പോലും ഈ രാവിലെ വന്ന ഈ രണ്ട് സ്റ്റോക്കുകളുടെയും ട്രെൻഡ് ഈസി ആയിട്ട് കോൺഫിഡൻസോട് കൂടി പിടിക്കാൻ സാധിച്ചു. എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രാഡേ മെത്തഡാണ്. അത് തന്നെയാണ് ഞാൻ ബ്രേക്ക് പോയിന്റ് യൂസേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരാൾ ബ്രേക്ക് പോയിന്റ് അല്ലെങ്കിൽ SMC പ്രോ ഇൻഡിക്കേറ്റർ എടുക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്നത് ഈ ടൂൾ മാത്രമല്ല, മറിച്ച് അവർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുകൂടിയുള്ള സ്ട്രാറ്റജി അടക്കമുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ഒരു സ്ട്രക്ചേർഡ് ട്രേഡിംഗ് ഫ്രെയിംവർക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ടൂളോ സ്കാനറോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് പോയിന്റ് ഉപയോഗിക്കുന്നതിനൊപ്പം മിക്സ് ചെയ്യാതെ നമ്മുടെ മെത്തഡാണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച മെത്തേഡ് ഞാൻ ഈ പറഞ്ഞിരുന്ന ട്രേഡിംഗ് ഫ്രെയിംവർക്കുമായി നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് വരികയും അവസാനം നിങ്ങൾക്ക് ഈ ടൂൾ ശരിയല്ല എന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ മനസ്സിപ്പോഴും ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡ് എടുക്കാൻ സജ്ജമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ട്രേഡിംഗിൽ ഇനി ക്ലാരിറ്റി കിട്ടാനായിട്ട് ബ്രേക്ക് പോയിന്റ് ടൂൾസ് ഉപയോഗിക്കുക. ബ്രേക്ക് പോയിന്റ് സ്കാനറുകളുടെയും സ്മാർട്ട് മണി ഇൻഡിക്കേറ്ററിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ ഡീറ്റെയിൽസ് എന്ന് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ ഡീറ്റെയിൽസ് മുഴുവൻ അയച്ചു തരാം. കൂടാതെ ട്രേഡിംഗിൽ ഇതുവരെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റാത്ത ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് നമ്മുടെ ട്രേഡിംഗ് ഫ്രെയിംവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക.